ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ കുറെ ആൾക്കാർ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ പറയും ചേച്ചിയുടെ വീടൊന്ന് കാണിച്ചു തരുമെന്ന്. അതായത് അച്ഛനും അമ്മയും താമസിക്കുന്ന വീട് കേട്ടോ. അപ്പം വീട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പൊ അതാണ് നമ്മുടെ വീടിന്റെ വഴി കേട്ടോ. അപ്പൊ വീട്ടുപേരും ഒന്നും കാര്യങ്ങളും സ്ഥലപ്പേരും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഇവിടെ ഇറങ്ങി ഓടേണ്ടി വരും. അതുകൊണ്ടാട്ടോ ചുമ്മാ അറിഞ്ഞേട്ടോ. വരാൻ താല്പര്യമുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്തോ, നമുക്ക് ഒരുമിച്ച് വരാം. അപ്പം ഇതാണ് നമ്മുടെ അച്ഛനും അമ്മയും താമസിക്കുന്ന കൊച്ചു ഗ്രാമമാണ് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ കൊച്ചു ഗ്രാമം. അപ്പൊ ഞങ്ങളിപ്പോ വന്നതല്ലേ, അച്ഛനും അമ്മയും വീട്ടിലായിരുന്നു. അവരെയും കൊണ്ട് ഞാനിപ്പോ ആക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇതാണ് ഒരു വീട്, നമ്മള് പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരു വെച്ച വീടാണേ. അപ്പൊ ഒരു 6 സെന്റ് സ്ഥലം. അപ്പൊ പഞ്ചായത്തിൽ നിന്ന് വെക്കുന്ന വീടെന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ചൊക്കെ റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അതിന് പൈസയൊക്കെ എടുത്ത് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പുറത്ത് വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പൊ ഇതൊരു 6 സെന്റ് സ്ഥലമുള്ളൂ കേട്ടോ. വീടിന്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം. ടൈലും മൊത്തം ഫുള്ള് പണിയൊന്നും തീർത്തിട്ടില്ല. പുറത്തൊന്നും ഇതൊക്കെ പിന്നീട് നമ്മൾ എടുത്തതാണേ. 2 മുറിയും ഒരു ബാത്റൂമും കിച്ചണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ പിന്നീട് നമ്മളിപ്പോ എടുത്തതാണ്. അപ്പൊ ഇതൊരു എറയം എന്ന് പറയും. അപ്പൊ ഇതാണ് റൂം. ഹാള് നമ്മൾ റൂം ആക്കിയേക്കുവാണ്. ഇതാണ് ഹാള്. ഓക്കെ. അപ്പൊ ഇത് ഒരു മുറി. പിന്നെ ഇത് കറണ്ട് ഇല്ലേ? അപ്പൊ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കട്ട് ഓഫ് ഒന്നും അല്ലല്ലോ. ഇതൊരു റൂം. ഇവിടെ കട്ടില്. ഇത് അച്ഛന് എന്തോ, ഇത് എവിടെ നിന്ന് കിട്ടിയ കട്ടില അച്ചാച്ചി? ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കട്ടില്. വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് 60 വയസ്സായി, ഷഷ്ടിപൂർത്തി ആയി കഴിഞ്ഞപ്പോ അച്ഛന് കിട്ടിയ കട്ടിലാണ് കിടക്കാൻ വേണ്ടി കേട്ടോ. പക്ഷെ ബെഡ് കൂടി തരേണ്ടതായിരുന്നു. ബെഡിൽ ഈ തണുപ്പത്ത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പം ഇത് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വെച്ചു. അച്ഛൻ ഇങ്ങനെയാണ് കിടക്കുക. ഇങ്ങനെ കിടക്കും. ഇനി കിടന്നോണ്ടിരുന്ന കട്ടിലപ്പം എടുത്ത് നിവർത്തി വെച്ചു. അതുകൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്തത് കേട്ടോ. പിന്നെ 2 മുറി ആ ബെഡ്റൂം ഉള്ളത്. ആ 2 മുറിക്കും കൂടെ ഒരൊറ്റ ബാത്റൂം. ഇതൊരു മുറി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല. എന്നാലും അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ. അപ്പൊ അവരെ കൊണ്ട് പറ്റുന്നവരൊക്കെ അവര് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ 2 മുറി കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നു അടുക്കളയിലേക്ക്. അപ്പൊ ഈ കാണുന്ന സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ മോള് പെയിന്റ് ചെയ്താണ്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് അവള് വരച്ചതാണ്. ഇത് കേട്ടോ. ഇത് അവള് വരച്ചതാ. ഇത് അവളുടെ ഫോട്ടോ. ഇത് കാണിക്കണ്ട, അതിനോട് പ്രത്യേകം പറഞ്ഞാൽ ഇങ്ങനത്തെ ഫോട്ടോ കാണിക്കുന്നത്. പിന്നെ ഈ പെയിന്റിൽ കാണുന്ന ഈ ഡിസൈൻ ഒക്കെ അവള് ചെയ്തതാ. അതുണ്ടോ, ഇതൊക്കെ അവള് ചെയ്ത് വെച്ചേക്കണതാണേ. അപ്പൊ ഇത് കിച്ചൺ. ഇതാണ്. ഇത്രയും വലിയൊരു അടുക്കളയാണ് ഞങ്ങളുടെ അടുക്കള അല്ല അമ്മ? പക്ഷെ നല്ല മനസ്സമാധാനമൊക്കെ സമാധാനമുണ്ട്. ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നല്ല സന്തോഷമായി പോകുന്നുണ്ട്. അതെ, മക്കളെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതുപോലെയൊക്കെ പറയട്ടെ. അപ്പൊ ഇത് നമ്മൾ പിന്നെ എടുത്തൊരു വർക്ക് ഏരിയ ആണേ. പിന്നെ അധികം സാധനങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ കുറച്ചധികം 5 ചക്ക, അതുപോലെ തന്നെ 10 പഴം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ അച്ഛന് ഈ കഴിഞ്ഞ ഇടയ്ക്ക് സെറ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ പിന്നീട് എടുത്ത വർക്ക് ഏരിയ. അപ്പൊ ഇവിടെയുള്ള കുറെ കൃഷികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കളിച്ചു തരാം. എന്റെ കാലം ചെരുപ്പില്ല. എങ്ങനെയാണോ? അല്ല വേണ്ട, ഇതെടുക്കാം. ചാച്ചിരി ചെരുപ്പ് വേണ്ട, ഇത് മതി. ആക്രി ചെരുപ്പിടാം നമുക്ക്. അപ്പൊ ഇതാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അച്ഛന് 6 സെന്റില് കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി കാണിച്ചു തരട്ടെ. പടവലം, ചേന, അത് നിൽക്കുന്നത് പ്ലാവ്, പിന്നെ എന്തുവാ കാന്താരി മുളക്, കാച്ചില്. മിണ്ടാതിരിയടാ പട്ടി. ഇത് 2 പട്ടികള് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വേണേ പറ, അതിന്റെ ശല്യമാ. അതേപോലെ ഇത് വായിക്കാത്ത വല്ലതും കേട്ടില്ലേ? പിന്നെ അതുപോലെ റംബുട്ടാൻ, മുരിങ്ങയില, മുളക്, ചീര. ഈ ഒരു ചീര, ഈ ചീര നല്ല ടേസ്റ്റ് ഉള്ള ചീരയാണേ ഈ ചീര. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂളും ഉണ്ട്. കാണിച്ചുതരാം. ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമായല്ലോ. ഇത് ഞങ്ങളുടെ സ്വന്തം സ്വിമ്മിംഗ് പൂളാ. കണ്ടോ, ഇതുപോലുള്ള ഇത്രയും ഭംഗിയുള്ള സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് വേണം, കുറച്ചുകൂടെ വെള്ളമൊക്കെ ആയി ഇതിന്റെ ഈ ഒഴുക്കൊക്കെ ഒഴുകി പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അറമാദിച്ച് കുളിച്ച് നടത്താനായിട്ട്. അതും ബിക്കിനി ഇട്ട്. പിന്നെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഊട്ടിപ്പൂ മുതൽ ചാലക്കുടിപ്പൂ വരെ ഈ ഒരു വീട്ടിലുണ്ട്. ഇതൊക്കെ അച്ഛന്റെ പൂന്തോട്ടമാണ്. പൂന്തോട്ടം. അതിന്റെ ഇടയ്ക്ക് പച്ചക്കറിയുണ്ട്, വേപ്പിലയുണ്ട്. ഏതാ? ഇത് യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് അച്ഛൻ ചെയ്ത സംഭവമാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ സക്സസ് ആയി കേട്ടോ. മുരിങ്ങ കഴിച്ചില്ല, അത് യൂട്യൂബ് കണ്ടിട്ട്. മുരിങ്ങ ഉണ്ട് അവിടെ, എന്തോ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാണാൻ പോവാം. എന്തോ കാണിക്കാൻ പോവല്ലേ, കണ്ടിട്ട് വരാം. ഒറ്റ കമ്പേ ഉണ്ടാവുള്ളായിരുന്നു.
ഇത് ഇങ്ങനെ കീറിയിട്ട് അടിയിന്ന് കമ്പ് കൊടുത്തിട്ട് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ കൊണ്ട് വെച്ച് കെട്ടി. അപ്പൊ ഇത് നിറഞ്ഞ ഇതല്ല പെട്ടെന്ന് വെള്ളം നിറച്ച് എകരങ്ങളുമായി. നല്ല കിളുന്ത് അല്ലേ, നല്ല ഇല. യൂട്യൂബിൽ കണ്ടതാ, അച്ഛൻ വീഡിയോ കണ്ടിട്ട്, ആരും ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ചെയ്തതാ. ഇത് നല്ല ഇതായി, എന്നിട്ട് ഇങ്ങനെ നല്ല സെറ്റായി. പിന്നെ ഇത് നല്ല കപ്പ, അതുപോലെ വേറെ എന്തോ ചെയ്ത് അതുപോലെ പ്ലാവ് ഉണ്ട്. അവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടിയെന്ന്, ബഡ് പ്ലാവാണേ. ഇത് ഞാൻ വെട്ടി മറ്റേ യൂട്യൂബിൽ കണ്ടിട്ട് ഇങ്ങനെ കെട്ടി ഒക്കെ വെച്ചിരിക്കുക പ്ലാവ്. അങ്ങനെ സ്വന്തമായിട്ട് സ്വിമ്മിംഗ് പൂൾ വരെ നമ്മൾ എത്തിയായിരുന്നു അല്ലേ. വീണ്ടും നമ്മൾ തിരിച്ചു പോവാണേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ കുറെ ചെടിയുണ്ട്, പാവയ്ക്കുണ്ട്, കാട്ടുപാവല് കേട്ടോ. ഇത് നിറയെ ഉണ്ടാവും, കുരുന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. ഭയങ്കര ടേസ്റ്റ് ആയത്, കയ്പില്ലാത്തൊരു പാവയ്ക്കാണ് ഇത് കേട്ടോ. അതെ, അത് തോരനൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. ഇത്രയേ ഉള്ളൂ അതിന്റെ വലിപ്പം, ഇച്ചിരി വെക്കൂല, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് തോരൻ വെച്ചേട്ടോ. പിന്നെ അതുപോലെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പറങ്കടി വായോ വായോ, തെച്ചിപ്പൂവ. പിന്നെ ഇത് ചെമ്പരത്തി, ഇത് അവിടുന്ന് കൊണ്ടുവന്നല്ലേ, അട്ടപ്പാടിന്ന് കണ്ടേ. അട്ടപ്പാടിന്നൊക്കെ ഞാൻ ഇവിടെ ചെടിയൊക്കെ ഇറക്കിയായിരുന്നു, മൂന്നാറിന്ന്. ഞാൻ പോകുന്ന വഴിക്കുന്നൊക്കെ ഞാൻ അതും ഇതൊക്കെ കൊണ്ട് കൊടുക്കും, അതൊക്കെ നട്ടു വെക്കും. അത് അട്ടപ്പാടിന്ന് ഞങ്ങള് കൊണ്ടുവന്ന റോസാപ്പൂ. പിന്നെ അങ്ങനെ വേലിച്ചീര എന്നൊക്കെ പറയും. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പേരയുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പേരയ്ക്കുണ്ട് പഴുത്തത്. പിന്നെ ആണ്ട് അവിടെ റംബുട്ടാന് അവിടെ കൂട്ടുകാർ കാണിക്കണം, അങ്ങോട്ട് പോകണം. പിന്നെ കോഴികൾ, അച്ഛന്റെ സ്കൂട്ടി, അച്ഛന്റെ സാരഥി, വർഷങ്ങളായി അച്ഛൻ കളയാതെ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. അതുപോലെ ഇതാ ഇവിടെ മറ്റേ എന്താ അമേരിക്കൻ പേരയ്ക്ക അല്ലെ, അമേരിക്കൻ പേരയുണ്ട്. ഇതാ പേര. പിന്നെ ഇത് നമ്മുടെ റംബുട്ടാൻ. കോഴിക്ക് നേരം വെളുത്തതേ ഉള്ളൂ, മൂത്ത് വരുന്നതേ ഉള്ളൂ. റംബുട്ടാൻ. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കിണറുണ്ട്, ഒരു കുഞ്ഞു കിണർ കേട്ടോ, അത്യാവശ്യം കുഞ്ഞു കിണർ. പിന്നെ തെങ്ങ് വരെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അച്ഛന്റെയും അമ്മയുടെയും ഒരു കുഞ്ഞു സ്വർഗം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു സ്വർഗം. അപ്പൊ അങ്ങനെ എന്റെ വീട് ഇതാണ്, അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്. ഞാനിപ്പോ പോകും ചാലക്കുടിക്ക്. എനിക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ് മതി ചാലക്കുടിക്ക് കേട്ടോ. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു ലോകം, ഞങ്ങളുടെ കൊച്ചു സ്വർഗം. ഓക്കെ, അപ്പൊ വീട് കാണിക്കാൻ പറഞ്ഞവർക്കും ഈ വീടും പരിസരമൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ തോട് ഇതേ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നുണ്ട്, ഇവിടെ ഒക്കെ ഉണ്ട്, ഇങ്ങനെ നിരന്നങ്ങനെ ഒഴുകുക. 2018 ഇവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. 18 വെള്ളമൊക്കെ അന്ന് ഇവിടെ വീടില്ലായിരുന്നു. വെള്ളം കൂടുതലായി കഴിയുമ്പോഴത്തേനും ഇവിടുന്ന് അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾ മാറ്റും, ഇവിടുന്ന് ഷിഫ്റ്റ് ആക്കും ഞങ്ങൾ, കാരണം വെള്ളം കയറുന്ന സ്ഥലമാണ്. 2018 ഇവിടെ വീടുണ്ടായിരുന്നില്ല, ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കയറി, ഉരുളൊക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു. ഉരുള് പൊട്ടുന്ന മേഖലയാണിത്. ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല മഴയത്ത് നല്ല മഴ പിടിച്ചു കഴിഞ്ഞാൽ ഉരുള് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര സീനാ ഇവിടെ. അപ്പം ഇതൊക്കെയാണൊരു കൊച്ചു ലോകം. താല്പര്യമുള്ളവര് വെള്ളത്തിൽ നീന്താൻ വരുന്നുണ്ടെങ്കിൽ നല്ല വെള്ളപ്പൊക്കത്തിൽ പോരെ, നമുക്ക് ഒന്നിച്ച് നീന്തി പോകും, ചാലക്കുടിക്കോ അങ്കമാലിയോ. അപ്പൊ ശരി കേട്ടോ, ബൈ.